أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ഷംസിൻ്റെ 8-ാം വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യാത്മാവിനെ കൊണ്ടും അതിനെ അന്യൂനമാക്കിയ വിധത്തെക്കൊണ്ടും സത്യം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നിന്നും അല്പം ഭാഗം കേൾപ്പിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് കേൾപ്പിക്കുകയാണ്. മനുഷ്യാത്മാവിനെ അള്ളാഹു വിവിധ തരത്തിലുള്ള ശക്തികൾ നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ചില സമയത്ത് മനുഷ്യൻ അദൃശ്യകാര്യങ്ങളെ അറിയുന്നതിന് വേണ്ടി തൻ്റെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് പലതരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നു. യൂറോപ്പിലേക്ക് നോക്കിയാൽ വിജ്ഞാനപരമായി അവർ വളരെ പുരോഗതിയിലാണ്. പക്ഷേ അവർ ദൈവത്തെ നിരാകരിക്കുകയും മതത്തിൽ നിന്നും വിമുഖരായി മാറുകയും ചെയ്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ആരെങ്കിലും കൈ നോക്കി ഭാവി പറയുമെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ കൈകൾ നീട്ടി അതിനുവേണ്ടി തയ്യാറാകുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുവാനുള്ള ഒരു ആഗ്രഹം മനുഷ്യൻ്റെ ആന്തരികമായ പ്രകൃതത്തിൽ എപ്പോഴും തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. പാശ്ചാത്യ സമൂഹം തങ്ങളുടെ ഭൗതിക വിജ്ഞാനങ്ങളിൽ അഹങ്കരിച്ചുകൊണ്ട് ദൈവത്തെ നിരാകരിച്ചിരിക്കുന്നുവെങ്കിലും അവരുടെ ആന്തരിക പ്രകൃതം ഏതൊരു കാര്യത്തെയാണോ അന്വേഷിക്കുന്നത്, ആ കാര്യത്തെ അന്വേഷിക്കുന്നതിൽ നിന്നും അവരുടെ ആത്മാവിനെ തടയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ കാര്യത്തിൽ യൂറോപ്പിലെ ബുദ്ധിമാനും ഭാരതത്തിലെ നിരക്ഷരനും എല്ലാവരും സമന്മാരാണ്. അതായത് മനുഷ്യഹൃദയം കേവല ഭൗതിക ജ്ഞാനത്തിൽ തൃപ്തനല്ല, മറിച്ച് അതിന് ആത്മീയ രഹസ്യങ്ങളെ കൂടി അറിയണമെന്ന് അതിയായ ആഗ്രഹം അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ നിരവധി യാഥാർത്ഥ്യങ്ങൾ ഒളിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരുവൻ്റെ ബോധമനസ്സ് അശ്രദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ ഉപബോധ മനസ്സിൻ്റെ ആ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ പുറത്തേക്ക് വരുന്നു. ചില സന്ദർഭങ്ങളിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ദൈവാസ്തിത്വത്തെ നിരാകരിച്ച ആളുകളിൽ തന്നെ അവരുടെ ഉപബോധ മനസ്സിൽ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ത്വര അടങ്ങിയതായി കാണാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ദൈവത്തെ നിഷേധിക്കുന്നവർ ആത്മാർത്ഥതയോടു കൂടിയല്ല ഇങ്ങനെ പറയുന്നത്. ദൈവം ഇല്ല എന്ന വാദം ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. ഇതിൻ്റെ ഉദാഹരണം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു വിവരിച്ചുകൊണ്ട് പറയുന്നു, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനോട് ഇന്ന സാധനം നിനക്ക് നൽകില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ തൻ്റെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറയും, എനിക്ക് അത് വേണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ അതിനോടുള്ള അതിയായ ആഗ്രഹത്തോടെ അതിനെ നോക്കുന്നുമുണ്ടാകും. അതേതെങ്കിലും തരത്തിൽ ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്. ഇതേപോലെ മനുഷ്യൻ ചില സന്ദർഭങ്ങളിൽ ലഭിക്കില്ല എന്നും അവർ മനസ്സിലാക്കുന്ന കാര്യത്തെ പാടെ നിഷേധിച്ച് കളയുന്ന ഒരു രീതി അവലംബിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളുടെ ദൈവമില്ല എന്ന വാദം. വാസ്തവത്തിൽ അവർ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും നിരന്തരം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ളാഹു പ്രസ്തുത ആയത്തിൽ സൂചന നൽകുന്നത്. വനഫ്സും വമാ സവ്വാഹ, നാം ഉന്നതമായ ഗുണങ്ങളും ഉന്നതമായ ശക്തിയും നിങ്ങളുടെ പ്രകൃതത്തിൽ വച്ചിരിക്കുന്നു. അതിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് വളരെ ഉന്നതിയിലെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തികൾ നിങ്ങൾക്ക് നൽകിയ അള്ളാഹു നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ട മാർഗങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് കരുതുന്നത് എങ്ങനെ? മനുഷ്യൻ്റെ ലക്ഷ്യസ്ഥാനം അള്ളാഹുവാണ്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മനുഷ്യൻ എത്തുന്നത് അവൻ തൻ്റെ വഴിയിൽ നേരെ ചൊവ്വേ പോകുമ്പോഴാണ്. മനുഷ്യൻ്റെ എല്ലാ വിജയവും കുടിയിരിക്കുന്നത് അവൻ തൻ്റെ വലത്തോ ഇടത്തോ ഉള്ള
കുഴികളിലേക്ക് പതിക്കാതെ നേരെ ചൊവ്വേ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നതിലൂടെയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, മതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യന് ദൈവവുമായി വളരെ ഉന്നതമായ ഒരു ബന്ധം സ്ഥാപിക്കുക, അതോടൊപ്പം സമസൃഷ്ടികളോടും ഉന്നതമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. അതായത് ദൈവത്തോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും സന്തുലിതമായ നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നതാണ്. ചുരുക്കത്തിൽ, ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഉന്നതമായ ഗുണങ്ങൾ വച്ചിരിക്കെ ഒരു വഴികാട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കുവാൻ സാധിക്കും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വനഫ്സിം വമാ സവ്വാഹ എന്ന ഈ ആയത്തിൻ്റെ മറ്റൊരർത്ഥം, നാം മഹത്തായ ഒരു മനുഷ്യാത്മാവിനെ സാക്ഷിയാക്കി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അതായത് ഏതൊരു മഹത്തായ അസ്തിത്വത്തിന്മേലാണോ എല്ലാവരും പ്രതീക്ഷയോടെ കണ്ണും നട്ടിരിക്കുന്നത്, ആ അസ്തിത്വത്തെ സാക്ഷിയായി സമർപ്പിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും സമ്പൂർണത പ്രാപിച്ച മനുഷ്യാത്മാവിനെയും ആ സമ്പൂർണ്ണ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തെയും നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ ആയത്തിൽ ഇവിടെ നഫ്സ് എന്ന പദം തൻവീനോടുകൂടിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അറബി ഭാഷയിൽ ഒരു പദം തൻവീനോടുകൂടി ഉപയോഗിക്കുമ്പോൾ അതിന് മഹത്തായ എന്ന ഒരു അർത്ഥം ലഭ്യമാകുന്നു. അതായത് മഹത്തായ ഒരു മനുഷ്യാത്മാവിനെക്കുറിച്ചാണ് ഈ ആയത്ത് സൂചന നൽകുന്നത്, ഏതെങ്കിലും ആത്മാവിനെ സംബന്ധിച്ചല്ല. വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദിൽ സാലിഹ് നബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സമൂഹം പറയുന്നു, അല്ലയോ സാലിഹ്, നിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ഗുണങ്ങൾ കണ്ടുകൊണ്ട് തങ്ങളുടെ പുരോഗതി ഇദ്ദേഹത്തിൻ്റെ കൈകളിലാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഇതേ പ്രകാരം തന്നെ വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിലും അദ്ദേഹം നുബുവത്ത് വാദമുന്നയിക്കുന്നതിനു മുമ്പ് തന്നെ ഹസ്രത്ത് ഖലീഫ അവൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യാപിതാവ് സൂഫി അഹമ്മദ് ജാൻ സാഹിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എഴുതി, ഹം മരീസോं की है तुम्ही पे नज़र തും മസീഹ ബനോ ഖുദാ കെ ലിയെ. അതായത് ഞങ്ങൾ രോഗികളുടെ എല്ലാ പ്രതീക്ഷയും താങ്കൾക്ക് മേലാണ്, താങ്കൾ ദയവ് ചെയ്ത് മസീഹ ആയിക്കൊണ്ട് ഞങ്ങൾക്ക് രോഗശമനം നൽകിയാലും. ഇതുകൂടാതെ മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്നതിന് മുമ്പ് വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനായി പോയ സന്ദർഭത്തിൽ അവിടുന്ന് ഒരു മുറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയപ്പെട്ടു. പിന്നീട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുകയില്ല എന്നും പറയപ്പെട്ടു. പക്ഷേ മൗലവി ബുർഹാനുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒരു വിധത്തിൽ വാഗ്ദത്ത മസീഹിൻ്റെ മുറിയിലേക്ക് എത്തി നോക്കിയപ്പോൾ പരിഭ്രാന്തചിത്തനായി. കാരണം അദ്ദേഹം കാണുന്നത് കയ്യിൽ ഒരു പേപ്പറും ഏന്തിക്കൊണ്ട് വളരെ വേഗത്തിൽ ഉലാത്തുന്ന മസീഹ് മൗദിനെയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ആത്മകഥം പറഞ്ഞു, ഈ വ്യക്തി ഒരിക്കലും തന്നെ ഒരു കള്ളവാദിയല്ല, തീർച്ചയായും ഇദ്ദേഹം സത്യവാനാണ്. ഏതൊരു വ്യക്തിയാണോ ഇത്ര വേഗത്തിൽ നടക്കുന്നത്, അദ്ദേഹം തീർച്ചയായും വളരെ ദൂരം പോകുവാനുള്ള ആളാണ്. ചുരുക്കത്തിൽ ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ഓരോ കാലഘട്ടത്തിലും അവൻ മഹത്തായ പരിപൂർണനായ മനുഷ്യാത്മാക്കളെ നിയോഗിക്കുന്നു. പിന്നീട് ആളുകൾ സ്വയം അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, നാം എല്ലാ കാലഘട്ടത്തിലും പരിപൂർണാത്മാക്കളെ ഒപ്പം ആ പരിപൂർണാത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തെയും സമർപ്പിക്കുന്നു. ഈ ആയത്തിൽ പറയപ്പെട്ടിട്ടുള്ള പരിപൂർണാത്മാവ്
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാ സ്വഭാവ ഗുണങ്ങളിലും പരിപൂർണത കൈവരിച്ച വ്യക്തിയായിരുന്നു. എല്ലാ മേഖലയിലും സമ്പൂർണനായിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹു പരിപൂർണാത്മാവിൻ്റെ സാക്ഷ്യം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുകയും ഇത്തരം പരിപൂർണ ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് പരാജയപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ബാക്കി തഫ്സീർ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.